24 മണിക്കൂർ ഒരു റെയിൽവേ സ്റ്റേഷനിൽ, അതും 100 രൂപ കൊണ്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മനുഷ്യന്മാരെ, നമ്മൾ 100 രൂപ കൊണ്ട് 24 മണിക്കൂർ ഈ റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബോഗികൾ നിർത്തുന്ന റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ. അതാണ് നമ്മൾ ഇവിടെ തന്നെ 24 മണിക്കൂർ എങ്ങനെ സർവൈവ് ചെയ്യാമെന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ 24 മണിക്കൂർ 100 രൂപ കൊണ്ട് നമ്മുടെ 3 നേരത്തെ ആഹാരവും, അതായത് നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും കിടക്കുന്നതും എല്ലാം ഇന്നീ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുക എന്നതാണ്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താലേ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുകയുള്ളൂ. 2 മണിക്കൂറത്തേക്ക് 10 രൂപയാണ് ഈ ടിക്കറ്റിന് വരുന്ന ചാർജ്. അങ്ങനെ ഞാൻ നേരെ പോയി ടിക്കറ്റ് എടുത്തു. ഓരോ 2 മണിക്കൂർ കഴിയുമ്പോഴും നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് പിന്നെയും എടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ചലഞ്ച് ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് അതിവിടെ തുടങ്ങിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനല്ല, ഇതൊക്കെ സിമ്പിൾ ചലഞ്ച് എന്ന് കരുതി ഇവിടെ വന്നത് ഒന്നും കഴിക്കാതെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എനർജി കൂട്ടാനും നമ്മുടെ ചലഞ്ചിൻ്റെ തുടക്കവും എന്ന നിലയ്ക്ക് നമ്മുടെ ആദ്യത്തെ രാവിലത്തെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മനുഷ്യന്മാർ, ഇപ്പോൾ സമയം ഏകദേശം 9 മണിയോട് കഴിഞ്ഞിട്ടുണ്ട്. രാവിലത്തെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്തൊരു കടയുണ്ട്. അവിടെ ചെന്ന് നമുക്ക് രാവിലത്തെ നമ്മുടെ കയ്യിരിക്കുന്ന 100 രൂപ കൊണ്ട് എന്ത് നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് പോയി ചോദിച്ച് അത് നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാം. അങ്ങനെ ഇവിടെ തന്നെയുള്ള ഒരു കടയിൽ നിന്നും നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് കഴിക്കാനുള്ളത് വാങ്ങി. അപ്പോൾ മനുഷ്യന്മാരെ, നമുക്ക് അപ്പുറത്തെ ഒരു കടയിൽ പോയി നമ്മൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സാധനം വാങ്ങിച്ചിട്ടുണ്ട്. 10 രൂപയുടെ ഒരു ബിസ്ക്കറ്റും 10 രൂപയുടെ ഒരു ചായയുമാണ് വാങ്ങിച്ചത്. ബാക്കി 80 രൂപ എൻ്റെ കയ്യിലുണ്ട്. ഈ 80 രൂപയ്ക്ക് നമുക്ക് ഉച്ചക്കലത്തെയും വൈകിട്ടത്തെയും ഇവിടെ ഫുഡും കൂടെ നമുക്ക് ഇത് 80 രൂപയ്ക്ക് സെറ്റ് ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കഴിക്കാം. നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലകത്ത് ദോശ ഇഡ്ഡലി ഒന്നും കിട്ടാൻ വലിയ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കൊണ്ടു കടന്ന് വിൽക്കണം. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് പറ്റത്തില്ല. അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര വില കൂടുതലാണ്. നമുക്ക് എന്തായാലും നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ചെറിയൊരു ബിസ്ക്കറ്റ് ഒന്ന് കഴിച്ചു പോകാം. ചായയും ബിസ്ക്കറ്റും കൊള്ളാം, ഓക്കെയാണ്. ഞാൻ ഈ ചില വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനിലെ ഫുഡൊന്നും വലിയ ഗുണമില്ല, കൊള്ളത്തില്ലെന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കൊള്ളാം, കുഴപ്പമില്ല, ഓക്കെയാണ്. എനിക്കിഷ്ടപ്പെട്ടു. ബിസ്ക്കറ്റും അതുപോലെ തന്നെ ഓക്കെയാണ്. ബിസ്ക്കറ്റ് നൈസ് ബിസ്ക്കറ്റാണ്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ഫുഡ് കഴിഞ്ഞതിന് ശേഷം അടുത്തത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇവിടെ തന്നെയുള്ള ആൾക്കാരോട് തന്നെ നമുക്കതിനെപ്പറ്റി ചോദിക്കാമെന്ന് ഒരു ഐഡിയ തോന്നിയത്. അപ്പം നിങ്ങൾ ഇപ്പോൾ എത്ര നേരമായിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിലുണ്ട്? മണിക്കൂറായിട്ട് ഇവിടെ ഉണ്ട്. ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിൽ 24 hours ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 100 rupees കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ സർവൈവ് ചെയ്യുക, 24 മണിക്കൂർ സർവൈവ് ചെയ്യുക. അപ്പോൾ നമുക്ക് 24 മണിക്കൂർ എങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യാം, എങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് രീതി നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നൊന്ന് പറയാം. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്തൊക്കെ ചെയ്താൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടും, ടൈം പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് ഇവിടെ ഞാൻ 500 മണി കയറി, അവിടെ കയറി, ഇവിടെ കയറി, എല്ലായിടത്തും കയറി. എന്നെ കണ്ടറിയത്തില്ലേ, ഞാൻ ഡീസന്റ് അങ്ങനെ അവർ പറഞ്ഞതുപോലെ ഇവിടേക്ക് ഒന്ന് കറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി സമയം. ഇവിടെ പലതരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ചിലർ ട്രെയിൻ നോക്കി നിൽക്കുന്നു, ചിലർ ട്രെയിനിൽ നിന്നും യാത്ര കഴിഞ്ഞ് വന്നിറങ്ങുന്നു, ചിലർ കിടക്കുന്നു, ചിലർ ഉറങ്ങുന്നു. അങ്ങനെ വ്യത്യസ്തമായ മനുഷ്യരാണ് അവരൊക്കെ. അവർക്കൊക്കെ വ്യത്യസ്തമായ കഥകളും. അപ്പോൾ മനുഷ്യന്മാരെ, ഇപ്പോൾ സമയം ഏകദേശം 1 മണി ആയിട്ടുണ്ട്. നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ട്. രാവിലെ കഴിച്ചതിൻ്റെ ബാക്കി എൻ്റെ കയ്യിൽ 80 രൂപ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാനപ്പോൾ അപ്പുറത്തെ കടയിൽ പോയി ഒരു സമൂസയും മേടിച്ചു, 20 രൂപയുടെ ഒരു മാംഗോയും മേടിച്ചു. അപ്പോൾ ഇത് മൊത്തം ടോട്ടൽ 30 രൂപ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഇനി മൊത്തം ബാലൻസ് ഉള്ള പൈസ എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. അപ്പം നമ്മുടെ ഉച്ചക്കലത്തെ ആഹാരം എന്ന് പറയുന്നത്
ഒരു സമൂസയും ഒരു മാംഗോയുമാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ മുന്നിൽ വേറെ ഓപ്ഷൻസ് ഇല്ല. ഇത് വെച്ച് നമുക്ക് 24 hours സർവൈവ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ഞാനിത് കഴിക്കുവാണ്. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഞാൻ ഒരുവിധം കഴിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ശരി. കാരണം ഉച്ചയ്ക്ക് ഒരു ഊണ് കഴിക്കേണ്ടടുത്ത് ഒരു സമൂസ കഴിച്ചാൽ ആരുടെയും വിശപ്പ് മാറാനും പോകുന്നില്ല, ഒരിക്കലും വയറ് നിറയാനും പോകുന്നില്ല. പക്ഷെ നമ്മുടെ ചലഞ്ചിന് വേണ്ടിയിട്ട് നമുക്കിത് സർവൈവ് ചെയ്തേ പറ്റുകയുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത്രയധികം സമയം ഒരു റെയിൽവേ സ്റ്റേഷനിലും സ്റ്റേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതും പോരാഞ്ഞിട്ട് ഇതിപ്പോൾ സമയം ഉച്ച ആയതുകൊണ്ട് തന്നെ വെയിലുമുണ്ട്, നല്ല ചൂടുമുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്ത് തീർക്കാമെന്ന് കരുതി ഈ ഒരു ടാസ്ക് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായത്. അതിൽ ഏറ്റവും ആദ്യം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ക്ഷമ. ഇങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് ഇവിടെ നിന്ന് അത് സക്സസ് ആക്കി മാറ്റണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നും അതുവരെ പിടിച്ചു നിൽക്കാനുമുള്ള ക്ഷമയുമാണ് വേണ്ടത്. നമുക്ക് നല്ല കുടിക്കാൻ വെള്ളം വേണം. ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം അതാണ്. ഞാനിവിടെ കുറേ അതായത് ആ ഒരു സ്ഥലം മൊത്തം ഞാൻ വെള്ളത്തിന് വേണ്ടി നടന്ന, ഇനി അപ്പുറത്തെ ഒരു സൈഡിലോട്ട് വെള്ളത്തിന് വേണ്ടി നോക്കാൻ പോവാണ്. കുടിക്കുന്ന വെള്ളം ഇവിടെ എവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ച് കുറേ ഇരിക്കുന്ന ഈ ടാപ്പിനകത്ത് കുടിക്കുന്ന വെള്ളമായിരിക്കും, പക്ഷെ അത് കുടിക്കുന്ന വെള്ളമല്ല. നമുക്ക് ഇറങ്ങി എന്തൊക്കെയാലും നോക്കട്ടെ, വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ ചുമ്മാരെ കുടിക്കാൻ വെള്ളം നോക്കി കുറേ ദൂരം നടന്ന് നമുക്ക് തന്നെ കുടിക്കാൻ വെള്ളം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അവസാനം ഞാൻ കുറേ കറങ്ങിയതിന് ശേഷം ഇതാണ് കുടിക്കുന്ന വെള്ളം. അപ്പോൾ കുറച്ച് കുടിക്കുന്ന വെള്ളം എടുക്കാൻ വന്നതാണ് ഞാൻ. ഇവിടെ എല്ലാം കുറേ നടന്നു നോക്കി. രണ്ടൊരു ചെവയുണ്ട്, നല്ല ചെവയുണ്ട്. ക്ലോറിൻ വെള്ളമാണെന്ന് തോന്നുന്നു. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു കുപ്പി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ചായ കുടിക്കേണ്ട സമയം ആയിട്ടുണ്ട്. ആകെ കുഴഞ്ഞു തന്നെയാണ് ഞാനീ ഇരിക്കുന്നത്, ഒട്ടും എനർജി ഇല്ല. അതുകൂടാതെ ഞാൻ നേരത്തെ ഇവിടുന്ന് എടുത്ത് കുടിച്ച ആ ഒരു വെള്ളത്തിന് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. എനിക്കെന്തോ മയക്കം പോലൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ എടുത്ത കുപ്പിയിലെ വെള്ളമാണ്, ഇതൊരു വകയ്ക്ക് കൊള്ളത്തില്ല. ഇതങ്ങനെ ഞാൻ കുടിച്ചാലേ എനിക്ക് വല്ല ഫുഡ് പോയ്സണും വരും. എന്തായാലും നമ്മുടെ ചലഞ്ചിൻ്റെ ഭാഗമായുള്ള വൈകിട്ടത്തെ ചായയും കുടിച്ച് നമ്മുടെ ചലഞ്ച് ഇതുവരെയുള്ളത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് സമയം കൂടി ഇവിടെ നിന്ന് രാത്രിയിലത്തെ ഫുഡ് കൂടി കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയാണ് ഞാൻ നിന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് എടുത്തു കുടിച്ച് വെള്ളത്തിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ പണി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ചെറിയ തലകറക്കമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അപ്പോഴത്തെ സാഹചര്യം കണക്കാക്കി അടുത്ത ട്രെയിനിൽ കയറി നമ്മുടെ ചലഞ്ച് മതിയാക്കി എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അങ്ങനെ 100 രൂപയുമായി 24 മണിക്കൂർ റെയിൽവേ സ്റ്റേഷനിൽ സർവൈവ് ചെയ്യാൻ വന്ന ഞാൻ ഈ ചലഞ്ചിൽ ജയിക്കാനായി രാവിലത്തെയും ഉച്ചക്കലത്തെയും വൈകിട്ടത്തെയും ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇത് ജയിച്ചോ അതോ തോറ്റോ എന്നുള്ളത് പറയേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഈ വീഡിയോയിലെ കണ്ടന്റിനേക്കാളും എനിക്ക് ചലഞ്ചിങ് ആയി തോന്നിയത് എൻ്റെ ഉള്ളിലെ ക്ഷമയാണ്. ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൽ എന്ത് നേടിയെടുക്കാനുള്ള കഴിവ് കിട്ടുമെന്ന് ഞാൻ പഠിച്ചു. അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി നിങ്ങൾ പരിശ്രമിക്കൂ. നിങ്ങൾക്കുള്ളത് നിങ്ങളെ തേടി തന്നെ വരും.